ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് കുറച്ച് ഹോം എസെൻഷ്യൽസ് അതുപോലെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഐക്യയിലേക്കാണ് പോകുന്നത്. ഈ ഐക്യയിലൊരു ഫ്രീക്വൻറ്റ് വിസിറ്ററാണ് ഞാൻ. ബിക്കോസ് എനിക്ക് ഇവിടുത്തെ ആ ഒരു കോസി അപ്പിയറൻസ്, ആ ഒരു സെറ്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് അൽവോദ മാളിലെ ചെറിയൊരു ഐക്യ സ്റ്റോറിലേക്കാണ്. അപ്പോൾ ഈ ഐക്യയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഐ ഫീൽ ലൈക്ക് ഒരു ടോപ്പ് നോച്ച് ലെവലായിരിക്കും. എന്ത് സെർച്ച് ചെയ്തിട്ടാണോ പോകുന്നത് അതിൽ നമുക്ക് ബെസ്റ്റ് അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവരുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും ആ ഒരു കോസി ലുക്ക് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹോം എസെൻഷ്യൽസ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും ഇനി ഫർണിച്ചർ കാറ്റഗറി ആണെങ്കിലും ഒരു ഹോം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാൾ പെയിൻറ് ഓപ്ഷൻസ് പോലും നമുക്ക് അവിടുന്ന് കമ്പയർ ചെയ്ത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് അവരുടെ കാറ്റഗറി ലിസ്റ്റിലാണെങ്കിലും ഡെമോ സെറ്റ് ചെയ്തെടുത്താണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എടുത്തു, അതുപോലെ 2-3 ഫോട്ടോ ഫ്രെയിംസ് എടുത്തു. പിന്നെ ഈ ലൈറ്റിൻ്റെ സെക്ഷനിൽ ഞാൻ നോക്കി വെച്ചൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. പക്ഷെ എന്നാലും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തെ സമയത്ത് ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതെടുത്തു. പിന്നെ ഇപ്പോൾ ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. അപ് ടു 80 or 90% ഓൺ സെലക്റ്റഡ് ഐറ്റംസിന് ഓഫറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് തപ്പി നടന്നു. നല്ല ഐറ്റംസൊക്കെ കിട്ടിയതൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഈ പേസ്റ്റൽ കളേഴ്സ് കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു അട്രാക്ഷനാണ്. കാരണം നമ്മൾ ഹോം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളേഴ്സിനൊക്കെ പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാസി, ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ കുറേ ചുറ്റിക്കറങ്ങി. പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ അവർ വളരെ കുറഞ്ഞ പ്രൈസിൽ അവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ആവശ്യമുള്ളതൊക്കെ പിക്ക് ചെയ്തു. ചില ഐറ്റംസൊക്കെ ഡിസ്പ്ലേ കിട്ടത് ചിലപ്പോൾ ആ ഡിസ്പ്ലേയും പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൊടുത്താൽ അവർ വിത്തിൻ 2 days ഒക്കെ നമുക്ക് ഡെലിവേർഡ് ആക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസ് റേഞ്ച് ആണെങ്കിലും അഫോർഡബിൾ തൊട്ടിട്ട് ഡിഫറെൻറ്റ് റേഞ്ചസിൽ വരുന്നുണ്ട്. ഇനി ഓഫേഴ്സൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഡീൽസിന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പിന്നെ ഫാമിലി മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സെലക്റ്റഡ് പ്രൊഡക്ട്സിന് ഒരുപാട് എക്സ്ക്ലൂസീവ് ഡീൽസ് ഇവിടെ നടക്കുന്നുണ്ട്. സ്റ്റോറേജ് ബോക്സസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വെസൽസ്, അതുപോലെ സ്റ്റോറേജ് ബോട്ടിൽസ്, അതുപോലെ അവിടെ ഒരു സ്നാക്സിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ട്രൈ മീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഈ കിച്ചൺ ഐറ്റംസ് ഏരിയയിൽ വന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു കിച്ചൺ ഡെമോ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും അവർ യൂസ് ചെയ്ത മെറ്റീരിയൽ ആണെങ്കിലും ഇൻക്ലൂഡിങ് ഡെക്കോർ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിലേക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓഫീസ് ഡെമോസ് ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ പിന്നെ ഒരുപാട് ഒരു ഫാൻസി കൈൻഡ് ഓഫ് ഒരു ക്യൂട്ട് എസ്തെറ്റിക് തിങ്സ് എന്നൊക്കെ പറയാം. ക്യാൻഡിൽസ്, അതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ ഒരുപാടുണ്ട്. So that's all about this short IKEA visit. Thank you for watching. Bye.